മഴത്തോരു മുൻപിൻ്റെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മനു ആണെങ്കിൽ രഞ്ജുവിനെയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ്. അപ്പം രഞ്ജുവിനോടാണെങ്കിൽ ഹോസ്റ്റലിലെ കാര്യങ്ങളൊന്നും കമല ചോദിക്കുന്നില്ല. എപ്പോഴും ഹരിയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഈ കാണിക്കുന്നത്? ഇവൾ ഇത്രയും നാൾ ഹോസ്റ്റലിൽ നിന്നിട്ട് വന്നതല്ലേ? ഹോസ്റ്റലിലെ വിവരമോ നീ ഓക്കെ ആണോ? എന്തെങ്കിലും അമ്മയെന്ന് ചോദിക്കാത്ത എന്താ? അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ആലോചന മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രഞ്ജു പറയാണ്, അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും ഹരിയേട്ടൻ്റെ കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ. ഞാൻ ഓക്കെ ആണോ എന്ന് പോലും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കമല പറയാണ്, നിന്നെ ഞാൻ എന്നും വിളിക്കാറുണ്ടല്ലോ, നീ ഒന്നും എന്നോട് പറയാറില്ലല്ലോ, നിനക്ക് എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ എന്നോട് പറയണ്ടായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമല അങ്ങ് ചൂടാവുകയാണ്. അപ്പം രഞ്ജു ചോദിക്കുകയാണ്, അമ്മ വന്നിട്ട് എന്തോ പറയുന്നത്? അമ്മയുടെ സങ്കടങ്ങളും വിഷമങ്ങളും പറയാനാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ഓക്കെ ആണെന്നോ അല്ലെങ്കിൽ എൻ്റെ കാര്യം എന്തെങ്കിലും അമ്മ ചോദിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. അമ്മയ്ക്ക് എപ്പോഴും ഹരിയേട്ടൻ്റെ കാര്യം മാത്രമേ ഉള്ളെന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, അമ്മ ഇടയ്ക്ക് ഞങ്ങളെയൊക്കെ ഓർക്കുന്നത് നല്ലതാണെന്ന് പറയാണ്. രഞ്ജു പറയാണ്, എന്നെ മനുവേട്ടൻ മാത്രമേ ഉള്ളൂ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളത്. മനുവേട്ടൻ എന്നും കോളേജിൽ പോയിട്ട് വരുമ്പം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്, നീ ഓക്കെ ആണോ മോളെ എന്ന് ചോദിക്കാറുണ്ട്. അത് കേൾക്കുമ്പം തന്നെ എനിക്കൊരു ആശ്വാസമാണ്. മനുവേട്ടൻ മാത്രമേ ഉള്ളൂ എന്നെ ഇത്രയും ആശ്വസിപ്പിക്കാറുള്ളത്. മനുവേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ എന്നെ ആ കോളേജിൽ കളഞ്ഞിട്ട് പോരുന്നേനെ എന്നൊക്കെ രഞ്ജു പറയാണ്. ഓ, ഇവനെ നിൻ്റെ കാര്യത്തിലെങ്കിലും ഒരു ശ്രദ്ധയുണ്ടല്ലോ, അത് മതി എന്ന് പറയുകയാണ്. ഹരിയുടെ കാര്യത്തിൽ ഇവൻ ഒരു ശ്രദ്ധയില്ലെന്നും പറഞ്ഞിട്ട് കമല പറയുകയാണ്. ഉടനെ മനു പറയാണ്, ഇതാ അമ്മയുടെ കുഴപ്പം. മാങ്ങയെന്ന് പറയുമ്പം ചക്കയെന്ന് കേൾക്കും. ഇതാണ് അമ്മയുടെ കുഴപ്പമെന്ന് മനു പറയാണ്. അപ്പോൾ കമല ദേഷ്യം പറയാണ്, നീ പറഞ്ഞു വെക്ക് ഇനി എനിക്ക് ഭ്രാന്താന്ന്. എനിക്ക് ഭ്രാന്ത് വന്ന് പറഞ്ഞിട്ട് വേണ്ടേ അവളെയും കിട്ടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കമല ദേഷ്യം അങ്ങ് പോവുകയാണ്. അപ്പോൾ രഞ്ജു ചോദിക്കുകയാണ്, എന്താ മനുവേട്ട അമ്മ അങ്ങനെ പറഞ്ഞിട്ട് പോയേ? ആരെ കെട്ടിക്കൊണ്ട് വരുന്ന കാര്യമാണ് ഈ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പം മനു പറയാണ്, അത് നമ്മുടെ അലീനയുടെ കാര്യം എന്തുവാന്ന് രഞ്ജു ചോദിക്കുകയാണ്. അത് അലീനയെ എനിക്ക് ഇഷ്ടമാണെന്നും അലീനയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും ഞാനിവിടെ അച്ഛനും അമ്മയോടത്തും പറഞ്ഞു. ആ കാര്യമാണ്. അമ്മയ്ക്ക് ഒന്നാമത് അലീനയെ കണ്ടുകൂടാ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ കാര്യം കൂടെ പറഞ്ഞു. അന്നേരം തൊട്ടേ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ നേരെ തുള്ളിക്കൊണ്ടിരിക്കുക. ഞാനത് സീരിയസ് ആണെന്നും കൂടെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ലെന്ന് മനു പറയുകയാണ്. അപ്പോൾ രഞ്ജു പറയാണ്, അത് കൊള്ളാലോ മനുവേട്ടൻ്റെ മനസ്സിൽ ഇങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നോ? അത് കൊള്ളാലോ. അലീന എന്നിട്ട് എന്തോ പറഞ്ഞ എന്ന് രഞ്ജു ചോദിക്കുകയാണ്. എന്താ പറയാൻ? അലീനയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവ് മറുപടി കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അലീന എപ്പോഴും അലീനയുടെ ചുറ്റുമുള്ളവരുടെ കാര്യം മാത്രമേ അലീന ആലോചിക്കാറുള്ളൂ. ഈ കാര്യത്തിലും അങ്ങനെ തന്നെ. ഒന്നും മിണ്ടിയില്ല, ഒരഭിപ്രായവും ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവളെ മാത്രമേ കെട്ടത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓഹോ, മനുവേട്ടൻ അങ്ങനെ അത്ര വലിയ തീരുമാനമൊക്കെ എടുത്തോ എന്ന് ചോദിക്കുകയാണ്. ചുമ്മാ അല്ല അമ്മ ഇത്ര ചാടിയിട്ട് പോയെന്നും പറഞ്ഞിട്ട് രഞ്ജുവും പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അലീനയെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നെടുമ്പുരയ്ക്കലാണെങ്കിൽ അലീനയും അതുപോലെ തന്നെ രോഹിത്തും കൂടെ മാനേജ്മെൻറ്റിലെ ഫാദറിനെ കാണാൻ പോയിട്ട് തിരിച്ചു വരികയാണ്. വളരെ വിഷമത്തോടെയാണ് രണ്ടുപേരും വരുന്നത്. അങ്ങനെ അലീന അവിടെ വന്നിരുന്ന് ബെല്ലടിച്ചിട്ട് അവിടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് രോഹിത്ത് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഭയങ്കര വിഷമത്തോടെ രോഹിത്തിനെ ഇങ്ങനെ നോക്കുകയാണ്. രോഹിത്തിനാണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട്. പോയ കാര്യം നടന്നില്ലെന്ന് രോഹിത്തിനെ കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് കൃഷ്ണമോൾ വന്ന് ഡോറ് തുറക്കുന്നത്. ഡോറ് തുറക്കുമ്പം തന്നെ രോഹിത്ത് ഭയങ്കര വിഷമത്തോടെ അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പം കൃഷ്ണമോൾ ഇങ്ങനെ രോഹിത്തിനെ നോക്കുന്നുണ്ട്. രോഹിത്താണെങ്കിൽ കൃഷ്ണമോളെ നോക്കുന്നതുമില്ല, ഒന്നും സംസാരിക്കുന്നുമില്ല, അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ അലീനയുടെ അടുത്തേക്ക് വന്ന് കൃഷ്ണമോൾ ഇരിക്കുകയാണ്. അലീനെ കണ്ടപ്പോഴും ഒരു സങ്കടം മാതിരി ഇരിക്കുന്നത് കണ്ട് കൃഷ്ണ വന്ന് അലീന അടുത്ത് വന്നിരുന്ന് ചോദിക്കുകയാണ്, എന്താ പറ്റി ചേച്ചി? എന്താ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുകയാണ്, എന്താ ചേച്ചി പോയ കാര്യമൊന്നും നടന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണനടുത്ത് അലീന ഭയങ്കര വിഷമത്തിൽ പറയുകയാണ്, മോളെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ആ അച്ഛനോട് സംസാരിച്ചു. പക്ഷേ അച്ഛൻ ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല രോഹിത്തിനെ അവിടെ പഠിപ്പിക്കാൻ. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു നോക്കി, എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു, പക്ഷേ ഫാദർ സമ്മതിക്കുന്നില്ല എന്ന് അലീന പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അപ്പം ചേച്ചി ഒന്നും കൂടെ ഒക്കെ സംസാരിച്ച് നോക്കാൻ എന്തായിരുന്നു? ചേച്ചി എന്ത് പറഞ്ഞിട്ട് എന്താ ഫാദർ കേൾക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അതാ മോളെ പറഞ്ഞത്, രോഹിത്തിന് ഇനി ആ കോളേജിൽ പഠിപ്പിക്കാൻ അച്ഛന് ഒരനുവാദവും നൽകത്തില്ലെന്ന് തീർത്ത് പറഞ്ഞ് ഇനി അതിനു വേണ്ടി ശ്രമിക്കേണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് അലീന കൃഷ്ണമ്മടുത്ത് പറയുകയാണ്. അപ്പം കൃഷ്ണ പറയാണ്, രോഹിയേട്ടനും ഫാദറിനോട് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, രോഹിത്തും സംസാരിച്ച് ഞാനും സംസാരിച്ച്. സാധാരണ ഇത്രയൊക്കെ പറയുമ്പം അച്ഛനാണെങ്കിൽ അലിയണ്ടേ, പക്ഷേ ഈ അച്ഛൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലെന്ന് അലീന പറയാണ്. അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, കുഴപ്പമില്ല ചേച്ചി, വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം എന്ന് പറയുകയാണ്.
അപ്പോൾ ഉടനെ അലീന പറയാണ് എന്തെങ്കിലും ഒരു വഴി തെളിയാതെ ഇരിക്കില്ല, ആരെങ്കിലും ഇതിനൊരു പരിഹാരമായിട്ട് നമ്മുടെ മുന്നിൽ എത്തുമെന്ന് അലീന കൃഷ്ണമോളത്ത് പറയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയാണ് ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ചേച്ചി വാ എന്നും പറഞ്ഞിട്ട് കൃഷ്ണമോളാണെങ്കിൽ അലീനയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നകത്തുനിന്ന്. അപ്പം ആഹാ നിങ്ങൾ വന്നോ, ഇത്രയും പെട്ടെന്ന് വന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അലീനയുടെ മുഖത്തെ ഭാവം കാണുമ്പോഴേ ബാലചന്ദ്രൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്താ മോളെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, പോയ കാര്യം നടന്നില്ല, അതുകൊണ്ടാണോ ഇത്രയും സങ്കടം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ് അതുകൊണ്ടാച്ചാ പോയ കാര്യം നടന്നില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് അവരൊക്കെ അവരുടെ ധാർമ്മികത വിട്ടു ഒരു കാര്യവും ചെയ്യത്തില്ല മോളെ എന്ന് പറയാണ്. അപ്പോൾ അലീന ചോദിക്കുകയാണ് എന്ത് ധാർമ്മികത, ഒരാൾ തൻ്റെ തെറ്റ് ഏറ്റു പറഞ്ഞ് ഇത്ര ക്ഷമ ചോദിക്കുമ്പം അയാൾക്ക് മാപ്പ് കൊടുക്കാൻ വയ്യായോ, അത് എന്ത് ധാർമ്മികതയാച്ചാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ബാലചന്ദ്രൻ പറയാണ് അവരുടെ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ, പിന്നെ രോഹിത്തിനെ പോലെ ഒരാളെ വീണ്ടും അവിടെ പഠിപ്പിക്കുക, അതൊക്കെ വലിയ വാർത്തയായാലോ എന്നൊരു ഭയം കാണും എന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പോൾ അലീന പറയാണ് ഇത്രയും ഒരാളുടെ മുന്നിൽ മാപ്പ് അപേക്ഷിച്ച് ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്തു വച്ചാ എന്നൊക്കെ അലീന ചോദിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയണം നമ്മളതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവരുടെ തീരുമാനത്തിന് ഒരു മാറ്റവും വരുത്തില്ല എന്ന പ്രിൻസിപ്പാൾ അന്നേ പറഞ്ഞായിരുന്നു. പിന്നെ മോളുടെ ഒരു സമാധാനത്തിന് വേണ്ടി മോള് പോയി സംസാരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളെന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പോൾ അലീന പറയാണ് എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു പോം വഴി കണ്ടെത്തു വെച്ചാൽ ആരെങ്കിലും നമുക്ക് രക്ഷകനായി എത്തും, അത് ഉറപ്പാണ്, എന്തെങ്കിലും ഒരു പരിഹാരം കാണാതിരിക്കത്തില്ല എന്ന് അലീന ഉറച്ച് വിശ്വസിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയാണ് ഇപ്പോഴും നിനക്ക് അവനെ തിരിച്ച് കോളേജിലേക്ക് കയറ്റാൻ പറ്റും, പഠിക്കാൻ അവൻ്റെ പഠിത്തം തുടരാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന പറയാണ് ഉണ്ടച്ചാ എനിക്ക് വിശ്വാസമുണ്ട്, എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റുവച്ചാ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രന് ഒരു സമാധാനത്തോടെ ഇങ്ങനെ അലീന നോക്കുകയാണ്. എന്നിട്ട് പറയാണ് നീ വിചാരിക്കുന്ന പോലൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അങ്ങ് പോവുകയാണ്. രോഹിത്താണെങ്കിൽ മുറി പോയിരുന്ന് ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയാണ്. ഇത്രയും ശ്രമിച്ചിട്ടും കോളേജിൽ തിരിച്ചു കയറാൻ പറ്റിയില്ല, മാത്രവുമല്ല അച്ഛൻ ഓരോന്ന് പറയുന്നതൊക്കെ ഓർത്ത് വിഷമിച്ച് ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അലീനയ്ക്ക് നല്ല വിഷമമുണ്ട്, കാരണം രോഹിത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിഹാരവും കണ്ടെത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് രേവതിക്കുട്ടിയുടെ വീട്ടിൽ രാത്രി ആയപ്പോഴത്തേക്ക് ഒരു ജീപ്പ് ഭയങ്കര സ്പീഡിൽ വരികയാണ്. നല്ല മഴയൊക്കെ ഉണ്ട്. ആ സമയത്താണ് ഒരു ജീപ്പ് വരുന്നത്. അപ്പം അയാൾ അവിടെ വന്ന് നിന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്ന ടോണി വന്ന് നടന്ന് ബഹളം വെക്കുവാണ്. മാമച്ചായനെ ഗ്രേസിയമ്മയെ ഉറക്കെ വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടി അകത്തുനിന്ന് പുറത്തേക്ക് നോക്കുന്നുണ്ട്, ആരാ ഈ പുറത്ത് നിന്ന് ബഹളം വെക്കുന്നതെന്ന്. ഈ സമയത്ത് ഗ്രേസിയമ്മയും മാമച്ചായനും അങ്ങോട്ട് വന്നിട്ട് രേവതിക്കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആരാ മോളെ പുറത്ത് എന്ന് ചോദിക്കുകയാണ്. അത് ആ ടോണിച്ചായൻ അവിടെ പുറത്ത് വന്ന് കിടന്ന് മഴയത്ത് വന്ന് കിടന്ന് ബഹളം വെക്കുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗ്രേസിയമ്മ ചോദിക്കുകയാണ് ടോണിയോ അവനെന്തിനാ ഇങ്ങോട്ട് വന്ന ഈ രാത്രിയിൽ, മോൾ കഥ തുറക്ക് എന്ന് പറയാണ്. അപ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അത് വേണോ ആൻറ്റി, വേണം നമുക്ക് നോക്കാം എന്ന് മാമച്ചായനും പറയുന്നുണ്ട്. അങ്ങനെ ഗേറ്റ് കതവ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് മഴയത്ത് നനഞ്ഞു കുതിർന്ന് ടോണി നിൽക്കുന്നു. ടോണി ആണെങ്കിൽ ഉറക്കെ പറയുകയാണ് അകത്തിരിക്കുകയാണോ എല്ലാവരെയും ഒരു കാര്യം അറിയിക്കാനാണ് വന്നത്, നിങ്ങളുടെ മോൻ്റെ കൊച്ചുണ്ടല്ലോ ആ കൊച്ച് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു മുതലാളി എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗ്രേസി അമ്മയ്ക്ക് മാമച്ചനൊന്ന് ഞെട്ടുകയാണ്. നിങ്ങളന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കണ്ടെത്തി ആ കൊച്ച് എവിടെയാണെന്ന്, പക്ഷേ ഒരു തരത്തിൽ ഞാൻ നിങ്ങളോടത് പറഞ്ഞു തരത്തില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മാമച്ചായ ഗ്രേസി അമ്മയും ടോണിയെ ഇങ്ങനെ വിഷമിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്.